ഹലോ, ഏത് ലോകത്താ? അതല്ലടേ, ഞാൻ മറ്റേ കാര്യമാണ് ആലോചിച്ചോണ്ടിരുന്നത്. മറ്റേ കാര്യം? ഏത് കാര്യം? ശിവ എന്തിനു വാതിലടിച്ചിരിക്കണേ? അതാ അതിനകത്ത് ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും തോന്നുമ്പോ ഇറങ്ങിന്നോളും. അല്ലടി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ചെന്നൈ നിങ്ങ വന്നെങ്കിലാ? അവളല്ല, അവളെന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? അങ്ങനെ പറയാൻ പറ്റൂലല്ല. അപ്പൊ അവളോട് അവിടെ ആരുമില്ല, ഇവിടെയും കാര്യമൊന്നും നോക്കാൻ ആരുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാനേ ഫോണിൽ വിളിച്ചിട്ട് നോക്കട്ടെ. കൊച്ചേ, നീ വന്നപ്പോ തൊട്ടാ മുറിക്കാതിരിക്കുന്നതല്ലേ, പുറത്തേക്ക് ഇറങ്ങിക്കേ. അടുക്കളയിൽ വാ. പിന്നെ വരാനാ, 2 മിനിറ്റ് സമയം തരും. ഇപ്പൊ എത്തിക്കോണം ഇവിടെ. നീ എന്തിനാണ് അവളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടണേ? നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതൊക്കെ. വരട്ടെ, ചോദിക്കാം. അല്ലെങ്കിൽ യവന്മാരെ പുരളന്മാരാണ്. പൈസ കടം ചോദിക്കാൻ മേടിക്കുമ്പോൾ ഭയങ്കര ഡയലോഗ് അടിയാണ്. അത് കഴിയുമ്പോൾ പൈസ തിരിച്ചു വരത്തില്ല. നിന്നെ പെങ്ങള് വന്നത് അറിഞ്ഞായിരുന്നോ? ശിവാനി വന്നാ? പറയണ്ടേ ഇത് ആദ്യം അവളോടെ. വന്നപ്പോ തൊട്ട് ആ മുറിയുടെ അകത്ത് ഇരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങണ്ടേ? വിളിച്ചിറക്കണ്ടേത് മകളെ ശിവ. അതെ, ഇവനിന്നെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണതാണ്. സംശയമില്ലാതില്ല. എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ അവൻ ചോദിച്ചോളൂ ബാക്കിയുള്ള കാര്യം. അതെ, നട പെണ്ണ ഇങ്ങോട്ട്. എന്തരീ ചെന്നൈ നേരെ റൂമിൽ തന്നെ കയറി ഇരിക്കാന്ന് പറഞ്ഞ എന്തൊരു പരിപാടി അത്? ഞാൻ അവിടെ കിടന്നോളാം, നിനക്ക് എന്ത് വേണം? അമ്മായി, ഞാനാണെങ്കിലേ ഇന്നലെ രാത്രി കൂടി അവളുടെ കാര്യം ആലോചിച്ചതേ ഉള്ളൂ. ഇന്നലെ രാത്രി മാത്രമല്ല, മിക്കുള്ള രാത്രി മൊത്തം കിടക്കുന്നതിന് മുമ്പ് അവളുടെ കാര്യം ആലോചിക്കും. നമ്മളന്ന് എങ്ങനെയാണല്ലോ. വാ അടച്ചിരുന്നോണം ഇവിടെ, കേട്ടല്ല? നീ ആരെ പറ്റി ആലോചിച്ചെന്ന്? നീ നിന്നെ മറ്റവളെ പറ്റി ആലോചിച്ച്, എന്നെ പറ്റി നീ ആലോചിച്ച കേട്ടാ. നീ എന്നെ വിളിച്ചിട്ട് എത്ര ദിവസമായി? നീ എന്നെ വിളിച്ചിട്ട് എത്ര ദിവസമായി? ഇന്നലെ ആര് വിളിച്ചിട്ട്? ഇന്നലെ വിളിച്ചാണല്ലോ. ചിലപ്പോ ഞാൻ ബിസി ആയിരുന്നു, വിളിച്ചാണല്ലോ. ഇപ്പൊ കാണിച്ചല്ലേ എന്താ വിളിച്ചല്ലേ? അതാ ലച്ചേച്ചി, അമ്മായി, മെർലിൻ, മെർലിൻ, ചീനു, കുമാറിന് മെർലിൻ, ലച്ചു. അല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. വിളിച്ചാലും അതിനകത്ത് പതിയത്തുള്ളൂ. നീ നമ്പർ മാറ്റിയാ? ഞാൻ വെല്ലോ വിളിച്ച് പറയാ കേശുവേ. നോക്ക് എവിടെ, നീ എന്ന് വിളിച്ചത്? ഞാൻ വിളിക്കാതിരുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, പിടിയിട്ടില്ല. സംഭവമൊന്നുമില്ല, നീ അവിടെ കഷ്ടപ്പെട്ട് കിടന്ന് പഠിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ഇടയ്ക്ക് വിളിച്ച് നിന്റെ അത്ര സമയം ഇവിടെ കളയണം എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ ഇവിടുന്ന് വിളിച്ചാലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, മൊത്തം തല്ലിയിടി ആടിയിടിയും കേസൊക്കെ മാത്രമേ ഉള്ളൂ. വെറുതെ എന്തിനും നിന്റെ സമയം കളയണം. നീ പഠിക്കട്ടെ എന്ന് വിചാരിച്ച അത്ര നേരം കൂടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കൂടിപ്പോവും. നീ നിന്റെ കാര്യം നോക്കി പോടാ. ശിവ, എന്താണ് മോളെ പ്രശ്നം? അത് പറ. എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്തിനാണ് നീ എടുത്തു ചാടി ഇങ്ങോട്ട് വന്നത്? എന്റെ വീടല്ലേ, എനിക്കിത് വന്നൂടെ? അപ്പൊ അതിന് ക്ലാസ് ഒന്നും ഇല്ലേ? ഉണ്ടെങ്കിൽ ശിവ മക്കളെ, ഇപ്പൊ എന്താണ് പ്രശ്നം? അവിടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഫ്രണ്ട്സുമായിട്ട് അടിയായോ? ഞാൻ വന്ന് സോൾവ് ചെയ്യണോ? പോവാ. கண்டிப்பா அவ ஃப்ரெண்ட்ஸ் கிட்ட சண்டை போட்டிருப்பா. ஃப்ரெண்ட்ஸ்னா அவளுக்கு உயிராச்சே. நான் யாரு கிட்டே சண்டை போடுது இல்ல. எனக்கு என்ன அதானே வேலை, அங்க போய் சண்டை போடுது. அடேங்கப்பா பாரு, தமிழ் வழியுது. செல்லோடி எന്റെ ஆண்டி. பாயிண்ட். ஏய், இப்போ உனக்கு என்ன பிரச்சனை? ரெஸ்ட் எடு, எல்லாமே சரியாயிடும். ஓகேவா? എനിക്ക് റെസ്റ്റ് എടുക്കണ്ട. മോളെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? പിന്നെ ദേഷ്യം വന്നാ ദേഷ്യം പെടണ്ടേ? ചിരിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ വാ തുറന്നേണ്ടല്ല എന്നെ കൺട്രോളോ. അതുകൊണ്ട് ചേർന്ന് പോണ്. പോ ഒഴിഞ്ഞു. ആ പോയ സാധനം ഉണ്ടല്ലോ, ഞാൻ ഈ വീട്ടിൽ വരുന്നത് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണോ പോയത്? லட்சுமா, இப்ப போமா, நம்ம அப்புறம் பேசிக்கலாம். செல்லம் இல்ல, போமா. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.